ഹായ് കുട്ടികളെ, നമുക്ക് റോപ്പിൻ്റെ പ്രോബ്ലംസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ഒരു റോപ്പ് നിങ്ങൾക്ക് വേറെ ഒന്നും ഇതിനകത്ത് മനസ്സിലായിട്ടില്ലെങ്കിലും റോപ്പ്, ഫ്രീ ബോഡി ഡയഗ്രാം, പിന്നെ ജസ്റ്റ് ആ ഒരു സ്ലൈഡിങ് മാസ് ഉണ്ടല്ലോ, അതിൻ്റെ 2-3 പ്രോബ്ലം നോക്കി ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. അത് അത്രയെങ്കിലും നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു 2025 റോപ്പിൻ്റെ പ്രോബ്ലമാണ്. എ പേഴ്സൺ, കാരണം എല്ലാ സിമ്പിൾ പ്രോബ്ലംസ് ആണ് വരുന്നത്. നമ്മൾ ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വെൻ എ പേഴ്സൺ ഓഫ് മാസ് എം, ഒരാൾ അയാളുടെ മാസ് എം ആണ്, ക്ലൈംസ് അപ്പ് ഓർ ഡൗൺ എ റോപ്പ്. ഒരു റോപ്പ് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ ആൾക്കാരിങ്ങനെ ഓണത്തിനൊക്കെ ഇങ്ങനെ ഒരു കയറിലോ അല്ലെങ്കിൽ മരത്തിലോ കയറിലോ ഒക്കെ കയറി ഇങ്ങനെ കയറി പോകുന്നു. അതുപോലെ ഒരാളിങ്ങനെ ഇനി ഇതിൽ കൂടെ കയറി എങ്ങോട്ട് പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്? റോപ്പ് വിത്ത് എ യൂണിഫോം സ്പീഡ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. യൂണിഫോം സ്പീഡ് വി. അയാളൊരു വി സ്പീഡിലാണ് കയറി പോകുന്നത്. ദ ടെൻഷൻ ഇൻ ദ റോപ്പ്, നമ്മുടെ ടെൻഷൻ ഇൻ ദ റോപ്പാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കറിയാം ഇതിങ്ങനെ ഒരാളുണ്ട്, അയാളുടെ വെയിറ്റ് എങ്ങനെയാണ് പോകുന്നത്? താഴേക്ക് എം ജിയിലേക്ക് പോകുന്നു. താഴേക്ക് എം ജി, അയാളുടെ വെയിറ്റ് എം ജി, അത് എന്തായാലും ഡൗൺവേർഡ് ആണല്ലോ. പിന്നെ നമ്മുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് കോൺടാക്റ്റിന് എബോവ് ആണ്. അപ്പോൾ ഈ ടെൻഷൻ ഇങ്ങനെ വരും. ഇതിന് പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ഇതിൻ്റെ ഇവിടെയാണ്, അതുകൊണ്ട് ഓപ്പോസിറ്റ്. അപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടി ആയിരിക്കും. ഈ എൻ്റെ റോപ്പിലെ ടെൻഷൻ ടി തന്നെ ആയിരിക്കും. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഇയാൾ ക്ലൈംബ് ചെയ്യും, അയാൾ തണുത്താണ് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അനങ്ങാതിരിക്കുന്ന ബോഡിയാണെങ്കിൽ നമുക്ക് വേറെ ആക്സലറേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് വെലോസിറ്റി ഉണ്ട്, പക്ഷേ എന്താ പറഞ്ഞിരിക്കുന്നത്? യൂണിഫോം സ്പീഡ് എന്നാ. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ഈസ് 0 അല്ലേ? ആക്സലറേഷൻ ഇല്ലല്ലോ ആ കേസിൽ. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മുടെ നെറ്റ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പം നമ്മൾ അപ്വേർഡായിട്ട് മുകളിലേക്കും പോകാം, താഴേക്കും വരാം. അപ്പം കേസ് 1 നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, വെലോസിറ്റിയുടെ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വെലോസിറ്റി അല്ല, ആക്ച്വലി ആക്സലറേഷൻ്റെ ഡയറക്ഷനിൽ. ആക്സലറേഷൻ അയാൾ മൂവിങ് അപ്പ് ആണെന്ന് വിചാരിച്ചു. മൂവിങ് അപ്പ്, ഫോഴ്സ് മൂവിങ് അപ്പ് ആണെങ്കിൽ നമ്മുടെ ടെൻഷൻ, ഈ കേസ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഇത് അങ്ങേരുടെ ടെൻഷൻ, താഴേക്ക് അങ്ങേരുടെ എം ജി അല്ലേ? അപ്പം അപ്വേർഡ് ഡയറക്ഷനിലാണ് അങ്ങേര് പോകുന്നതെങ്കിൽ അപ്വേർഡ്. ഇങ്ങനെയാണ് നമ്മുടെ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുള്ളതെല്ലാം പ്ലസ് എന്ന് എഴുതണം. ടി, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ടി മൈനസ് എം ജി. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആക്സലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ടേമേ 0 ആണ്. 0 = ടി മൈനസ് എം ജി. അപ്പം ഈ എം ജി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ടി = എം ജി. ഓക്കെ, ആ ടെൻഷൻ എന്താ? ബാർ എം ജി ആണ്. ഇനി കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഫോഴ്സ് അങ്ങേര് താഴേക്കാണ് ഇറങ്ങുന്നത്. ഡൗൺ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ താഴേക്കാണ് അങ്ങേര് ഇറങ്ങുന്നതെങ്കിൽ, ആ ഡയറക്ഷൻ താഴേക്കാണെങ്കിൽ ഫോഴ്സ് അതെന്താ? നമ്മുടെ മാസ് ഇൻറ്റു ആക്സലറേഷൻ അപ്പോൾ ഈ ഡയറക്ഷനിലുള്ളതെല്ലാം പ്ലസ് ആണ്. എം ജി ആണ് ആദ്യം വരുന്നത്. എം ജി, ഇത് ടെൻഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് ടി എന്ന് പറയാം. ഇവിടെയും ഈ ആക്സലറേഷൻ 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയിട്ട് വരും. എം ജി മൈനസ് ടി ആണ്. ഈ ടി ഇങ്ങോട്ട് എഴുതിക്കഴിഞ്ഞാൽ ടി = എം ജി. അപ്പോൾ ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മാസ് ഇൻറ്റു ആക്സലറേഷൻ മാത്രമേ വരുന്നുള്ളൂ. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. നിങ്ങൾ ഈ കൺസെപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതായത് ഇങ്ങനെ ഒരു പുള്ളി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എം ആണ് അതിൻ്റെ മാസ് എങ്കിൽ അതിന് മാസ് ഇൻറ്റു ഗ്രാവിറ്റി. ഇതായിരിക്കും ഇതിൻ്റെ വെയിറ്റ് താഴേക്ക്. അത് എപ്പോഴും താഴേക്കായിരിക്കും. അൺലെസ് അത് ചെരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ ആണെങ്കിൽ വേറെ. ഇപ്പോൾ നോർമൽ കേസിൽ താഴേക്കാണ്, എല്ലാ കേസിലും താഴേക്ക് തന്നെയാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ടെൻഷനാണ്. ഈ റോപ്പ് അല്ലെങ്കിൽ സ്ട്രിങ് എന്നൊക്കെ പറയാൻ ഇതിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടുത്തെ കേസിൽ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വന്നിട്ട് ഈ ടെൻഷൻ, ഇത് ടി. ഈ ഒരു സ്ട്രിങ്ങിൽ വേറെ, ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് വേറെ ബോഡിയൊന്നും ഇല്ലെങ്കിൽ ആ സ്ട്രിങ്ങിലെ ടെൻഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ടി ആയിരിക്കും. താഴേക്ക് ഇതിന് എം ജി വരുന്നു. ഇനി ഇതിൻ്റെ കേസിൽ എന്തെങ്കിലും കാരണവശാൽ അപ്പായിട്ടോ ഡൗൺ ആയിട്ടോ ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ = ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഉള്ളതിനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. ടി എടുക്കുക, ആ ഫോഴ്സും ആക്സലറേഷൻ ഡയറക്ഷനിൽ, അതേ മൈനസ് എം ജി. അപ്പോൾ ഇവിടെ എ ആയതുകൊണ്ടാണ് ഇത് 0 ആയി പോയത്. എ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, ഇനി തിരിച്ചാണ് ഈ ഡയറക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് അപ്വേർഡിൻ്റെ കേസാണ്. ഇനി ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഈ ആക്സലറേഷൻ വരുന്നതെങ്കിൽ
എന്താകും, ആ എം ഇൻറ്റു എ എന്ന് പറയുന്നതിൽ ഡൗൺവേർഡ് പ്ലസ് ആയിട്ട് എടുക്കുക, മറ്റത് ടി മൈനസ് ആയിട്ട് എടുക്കുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സ്ട്രിങ്ങിൻ്റെ എന്ത് സാധനം വന്നാലും ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ വെയിറ്റ് താഴേക്കാണ്, ചിലപ്പോൾ ഒരു ബോഡി 2 ബോഡിയൊക്കെ ഉണ്ടാവാം, അത് വേറെ. ഇതാണ് സിംപ്ലസ്റ്റ് കേസ്. അതിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ഈ സാധനമായിട്ട് ഇത് കണക്ട് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സ്ട്രിങ്ങിൽ കംപ്ലീറ്റ്ലി ടി ആയിരിക്കും. ഇതിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. ഇനി ഇതിൻ്റെ താഴെ വേറെ ബോഡി ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റും കൂടി ഇങ്ങോട്ട് വരും. ഇപ്പോൾ തൽക്കാലം ഈ കേസിൽ ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, എങ്ങോട്ടാണ് മൂവ്മെൻ്റ് എന്ന് നോക്കുക, അതിൻ്റെ മാസ് ഇൻറ്റു അതേ ഈക്വൽ ടു ഈ ടി ആ ഡയറക്ഷൻ അനുസരിച്ച് ഇടുക. ഇത് പ്ലസ് ആയിട്ട് എടുക്കുക അപ്പാണെങ്കിൽ, തിരിച്ചാണെങ്കിൽ ഇത് മൈനസ് ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ പ്ലസ് ആയിട്ട് എടുക്കുക. സിമ്പിൾ അല്ലേ? ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ സുഖമായിട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 2-3 പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. ഞാൻ ഒരുപാട് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇടുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടോളാം. ഇത് 2025 ഒരു പ്രോബ്ലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ്. എ ബ്ലോക്ക് ഓഫ് മാസ് എം സസ്പെൻഡഡ് ഫ്രം ദ സീലിംഗ് ഓഫ് എ ലിഫ്റ്റ് ബൈ ആൻ ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ്. എന്ന് വെച്ചാൽ വലിക്കാനൊന്നും പറ്റാത്ത ഒരു സ്ട്രിങ്, നെഗ്ലിജിബിൾ മാസ്. ആ സ്ട്രിങ്ങിന് പ്രത്യേകിച്ച് മാസൊന്നുമില്ല. വെൻ ദ ലിഫ്റ്റ് മൂവ്സ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ബോഡി ഉണ്ട്, അതിനൊരു മാസ് തന്നിട്ടുണ്ട്. ഇതിൽ എം എന്നേ പറഞ്ഞിട്ടുള്ളൂ. വെൻ ദ ലിഫ്റ്റ് മൂവ്സ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ അപ്വേർഡാണ് പറയുന്നത്, ആക്സിലറേഷൻ ഡയറക്ഷൻ അപ്വേർഡാണ്. അപ്പോഴത്തെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് എത്രയാണ്, 0.2 m/s² തന്നിട്ടുണ്ട്. ഇതിൻ്റെ ടെൻഷൻ, അപ്പോൾ ടെൻഷൻ എങ്ങനെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്, ഈ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റിന് എബോവും ഈ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റിന് ബിലോയും. അപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഓക്കെ, ടെൻഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണ്, 80 ന്യൂട്ടൺ ടെൻഷൻ തന്നിട്ടുണ്ട്. മാസാണ് നമുക്ക് കണ്ടുപിടിക്കണം. മാസ് ഈസ് വാട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ഇതിന് ഇങ്ങോട്ടൊരു mg, മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കുണ്ട്, ടെൻഷൻ അങ്ങോട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കേസ് നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്കാണ്. ഞാനിതിങ്ങനെ വരച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് മായ്ച്ചിട്ടില്ലെന്നേ ഉള്ളൂ നേരത്തെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇതിൽ ആക്സിലറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്വേർഡാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നെറ്റ് ഫോഴ്സ് ആസ് പെർ ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡയറക്ഷൻ മുകളിലേക്കായിരുന്നു. ആദ്യം ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. ടി അല്ലേ, ടി മുകളിലേക്കാണ്, താഴേക്ക് mg. എം നമുക്ക് തന്നിട്ടില്ല, ടി തന്നിട്ടുണ്ട്. ടി ഈസ് 80. ഓക്കെ, 80 ന്യൂട്ടൺ. ആക്സിലറേഷൻ ഈസ് അപ്വേർഡ്. അപ്പോൾ അതുകൊണ്ട് എം എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, ആക്സിലറേഷൻ ഡയറക്ഷനിലാണ് ടി ഉള്ളത്, അതുകൊണ്ട് ടി പോസിറ്റീവായിട്ട് എഴുതാം. ടി ഇതെന്ന് പറഞ്ഞാൽ ഡൗൺവേർഡാണ്, അതുകൊണ്ട് -mg. ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആക്സിലറേഷൻ ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ ടി ആണെങ്കിൽ ടി പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് മൈനസായിട്ട് എടുക്കുക. ഇവിടെ mg ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് mgനെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കും. ഈ ഒരു പോയിന്റ് മാത്രം ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇതിൽ എം എത്രയാ, എം നമുക്കറിയത്തില്ല. എം ഇൻറ്റു എ എന്ന് പറയുന്നത് 0.2 ഈക്വൽ ടു ടെൻഷൻ എന്ന് പറയുന്നത് 80 മൈനസ് എം നമുക്കറിയത്തില്ല. നമുക്ക് ജീനെ ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് എളുപ്പത്തിന് 10 എന്ന് തന്നെ എടുക്കാം അല്ലേ, 10. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 0.2 m എന്ന് എഴുതാം. 0.2 m പ്ലസ് ഈ -10 m ഇങ്ങോട്ട് വരുമ്പോൾ +10 m ആകും അല്ലേ, ഈക്വൽ ടു 80. ഇത് ആർക്കും ഡൗട്ടില്ലല്ലോ. അപ്പോൾ 10.2 m എന്ന് പറയുന്നത് 80. m is equal to 80 by 10.2.
അതായത് 10.2 എന്നുള്ളത് നമുക്ക് ഇവിടെ പോയിൻ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 80/10 എന്ന് എടുക്കാം. ദിസ് ഈസ് അപ്രോക്സിമേറ്റ് 80/10 എന്ന് പറഞ്ഞാൽ 8 കിലോഗ്രാം. അതിലുണ്ടോ എന്ന് നോക്കിയാൽ ഓക്കെ 8 കിലോഗ്രാം ഉണ്ട്. ഈ പോയിൻ്റൊക്കെ വരുമ്പോഴാണ് നമുക്ക് 9.81 ഒക്കെ വേണ്ടത്. ബട്ട് ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത് തന്നെ എടുത്താൽ മതി. ഓക്കെ, അപ്പം ഓപ്ഷൻ C 8 kg ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അതെങ്ങനെയാണ് വന്നെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു ഫിഗർ ഓർക്കുക. ആക്സലറേഷൻ അപ്വേർഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത് കേട്ടോ. MA = T - mg. ഈ കേസിൽ തന്നെ ഇനിയിപ്പോൾ ആക്സലറേഷൻ ഡൗൺവേർഡ് ആയിരുന്ന കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സെയിം കേസ് M ആണ്, വെയിറ്റ് mg താഴേക്കുണ്ട്, ആക്സലറേഷൻ നമ്മുടെ ടെൻഷൻ ഈ പോയിൻറ്റിന് ഓപ്പോസിറ്റ് ഇങ്ങനെ, ഇതിങ്ങനെ, ടെൻഷൻ എപ്പോഴും ഇങ്ങനെ തന്നെ, ഈ സാധനം ഇങ്ങനെ തന്നെ ഇരിക്കും. ബട്ട് ആക്സലറേഷൻ ഈസ് ഡൗൺവേർഡ് ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എടുത്തേനെ? മാസ് ഇൻറ്റു ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു mg - T എന്ന് എടുത്തേനെ. അതായത് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരുമ്പോൾ ഇതേമാതിരി തന്നെ mg ആണ്, ഇത് T അപ്വേർഡ് ആണ്. ഇവിടുത്തെ ഈ പോയിന്റിലെ ഫ്രീ ബോഡി ഡയഗ്രാം ഇത്രയും പോർഷനിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ മാസിൻ്റെ ആക്സലറേഷൻ ആക്സലറേഷൻ താഴേക്കായതുകൊണ്ട് ഈ mg ആണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്, T മൈനസായിട്ടും എടുക്കും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈ സ്ട്രിങ്ങിൽ വരുന്ന എല്ലാ പ്രോബ്ലം, ചിലപ്പോൾ ആക്സലറേഷൻ തരത്തില്ല, ചിലപ്പോൾ നമ്മൾ ടഗ് ഓഫ് വാറിൽ കണ്ടില്ലേ, അത് രണ്ടും ഇക്വിലിബ്രിയമായിട്ടാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. അങ്ങനെയുള്ള കേസിൽ T മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ വെയിറ്റ് തൂങ്ങിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആക്സലറേഷൻ ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയുകയാണെങ്കിൽ ആക്സലറേഷൻ ഇല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നോർമലി ഇങ്ങനെയുള്ള കേസസാണ് വരുന്നത്. 2025-ലെയാണ്. ഇതേപോലെ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും മതിയല്ലേ? അടുത്ത പ്രോബ്ലം ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഓക്കെ.